ചേട്ടാ, നമ്മുടെ പോലീസ് സേനയിൽ നല്ലവരും ചീത്തവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യേകിച്ച് ഒരു ധാർമ്മികത, മൊറാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് സേനയിൽ അവർ അർഹിക്കുന്ന പരിഗണനയോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ലഭ്യമായെന്ന് വരില്ല. കാരണം ഇവരെ കൂട്ടമായിട്ടിട്ട് ആക്രമിച്ച് ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ. അത്തരത്തിലൊരു സംഭവം നമ്മുടെ കരുനാഗപ്പള്ളി, കൊല്ലത്ത് കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു പോലീസുകാരൻ, അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ SI ആണ്. ഹർഷാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 29 വർഷം സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ 6 വർഷത്തോളം കരിയർ ബാക്കി നിൽക്കുമ്പോൾ BRS എടുത്ത് പോയി. അതിന് കാരണമായിട്ട് പറയുന്നത് ഇദ്ദേഹം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സ്റ്റേഷനിൽ മാത്രം നടക്കുന്ന കുറേ നിയമവിരുദ്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു യുവാവിനെ കഞ്ചാവ് കേസിൽ കുടുക്കി, ഒരു ആക്രി കച്ചവടക്കാരനിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിച്ചു. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് തൻ്റെ സഹപ്രവർത്തകർക്ക് നേരെ ഇദ്ദേഹം ഉന്നയിച്ചത്. അതിലെല്ലാം കാമ്പുള്ള ആരോപണങ്ങളുമാണ്. എന്നാൽ ഇദ്ദേഹത്തെ ഒരു പ്രതികാര നടപടിയാണെന്നാൽ ഇദ്ദേഹത്തിന് നേരെ പോലീസ് സേനയിൽ നിന്ന് ഉണ്ടായത്. അതിൽ മനമെടുത്താണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഒരു കൃഷിക്കാരനായി മാറുന്നു. പോലീസിലെ അഭിഷേക് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ വർഷം ക്രൈം റിപ്പോർട്ടറായിട്ട് ഇരുന്ന ആളാണ്. അപ്പം ചില കാര്യങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ നല്ല ഉദ്യോഗസ്ഥനാണോ, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക, ഈ പറയുന്ന പോലെ തൻ്റെ തനിക്ക് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണോ. ചിലരൊക്കെ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്കൂളിലെ കുട്ടികളൊക്കെ വരട്ടെ, അവരുടെ കൂടെ കളിക്കുന്നു, ചിരിക്കുന്നു, ഇതൊന്നും ആയിരിക്കില്ല ഇവർ. ഇതൊന്നും അല്ല ജനകീയരെന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ്. അതേസമയം ഞാൻ വേറെ ചില ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ക്രൈമിൽ ഒരാൾ പെട്ടു, അയാൾ പെട്ടത് അയാളെ കുടുക്കിയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ആ വാർത്ത അറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുക. എല്ലാ ദിവസവും ഒരു ക്രൈം റിപ്പോർട്ടർ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഭാഷ അതാണ്. പോലീസും മാധ്യമങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷ അതാണ്. എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്, പക്ഷെ അതിൽ ഇത്തിരി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമുക്ക് മനസ്സിലാവും. എന്താ ഈ പറയുന്ന ക്രൈം ശരിക്കും അയാളെ കുടുക്കിയിരിക്കുകയാണ്. ഏതോ പാവപ്പെട്ടവനെ, അപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരിക്കും, ആ സാധാരണക്കാരനെ പെട്ട കഥയായിരിക്കും ഈ പറയുന്ന പോലെ വലിയ വാർത്തയാവാൻ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അത് മനസ്സിലാക്കിയിട്ടും ഇതിലെ പരാതിക്കാരൻ ഒരു പ്രശ്നക്കാരനാണ്. പരാതി നൽകിയ ആൾ താൻ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇതിൽ കൂടുതൽ പണി ഒപ്പിച്ചു വെക്കുമെന്നുള്ള ചിന്തയിൽ ഒരു ചെറിയ നടപടി എടുത്തു വെച്ച ശേഷം നമ്മളോട് പറയും ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയും. പിന്നീട് നമ്മൾ രാത്രിയിൽ വിളിച്ചിട്ട് എന്താ സാറേ അതിനകത്ത് കുഴപ്പം എന്താണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ പറയും ഇത് പണിയാന്ന് പറയും. എങ്ങനെ? ഇത് പണിയാണ്, അതായത് അയാൾക്ക് പണി കൊടുത്തിയാണെന്നുള്ളത് പറഞ്ഞു തരും. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതേസമയം ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവനെ കുനിച്ചിർത്തി ഇടിച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ മാധ്യമങ്ങളെ മൊത്തം വിളിച്ച് ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്ന ഈ പറയുന്ന വൈറൽ സ്റ്റാറുകളുമുണ്ട്. എങ്ങനെ? ഈ ഒരു സ്റ്റാർഡത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രവർത്തികൾ കാട്ടിക്കൂട്ടുന്ന കാര്യവുമുണ്ട്. അങ്ങനെ വൈറലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഷാനവാസ്. ഷാനവാസിനെ കുറിച്ച് ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ നിങ്ങൾ കാണുന്ന ആളല്ല, ആൾ ആരെ കിട്ടിയാലും ഇടിക്കും. ആരെ കിട്ടിയാലും അയാൾക്ക് ഇടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അത് ആരെ എന്തൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ആരും തന്നല്ല. സാധാരണക്കാരെ ഒരു ചെറുപ്പക്കാരനെ ഇടി കൊണ്ടിട്ട് ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടി. ഞാൻ പറയുന്ന കറക്റ്റാണ്, കള്ളമല്ല. ഇടി കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടേണ്ടി വന്നു. അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം ഉള്ള കഥയാണ്. ഇദ്ദേഹത്തിന് എന്താ പറഞ്ഞ അസോസിയേഷൻ നല്ല ബന്ധമാണ്, പോലീസ് അസോസിയേഷനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇവരെയൊന്നും തൊടാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ വന്നതെന്ന് സ്നേഹനിധിയായിട്ട് അഭിനയിക്കും. ഇവർക്കൊരു ക്യാമറയും ഉണ്ട്, ഞാൻ പറയുന്ന കള്ളമല്ല. ഈ ക്യാമറ വഴി ഇവരുടെ PR വർക്ക് ചെയ്യുന്നവർ ഇത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യും, അതിലൊരു മ്യൂസിക് വിടും. ഈ സാധനം കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും ഈ ഉദ്യോഗസ്ഥർ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒരുപാട് കാലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കേരള പോലീസിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന് ഒരു ക്യാമറ ഉണ്ടെന്ന് ഒരുപാട് ചർച്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും തിരക്കി പോയി വേറെ ഉദ്യോഗസ്ഥരെ തേടി അവരാണ് ഇവരാണ്, ഇത് ഒരുപാട് പേരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്റെ ഫെയിം ആഗ്രഹിക്കുന്ന ആളുകൾ, അതെ ഈ ഒരു ഫെയിം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരള പോലീസിനകത്ത് കൃത്യമായിട്ട് DGPയുടെ സർക്കുലർ 2021 പ്രകാരം സ്റ്റേഷനിലെ സാധനങ്ങൾ, ജീപ്പ്, യൂണിഫോം, സ്റ്റേഷനിലെ ആയുധങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇതൊന്നും തന്നെ റീൽ ചിത്രീകരിക്കാൻ
പാടില്ല എന്ന് പറഞ്ഞിട്ട് DGPയുടെ കൃത്യമായ സർക്കുലർ ഉണ്ട്. ഇതൊന്നും ഇവർക്ക് പാടില്ലേ? അതെന്താ നടപ്പാവാത്തെ? ഈ ഉദ്യോഗസ്ഥന്റെ കാര്യം ഞാൻ പറയാം. ഹർഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കരുനാഗപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. 2025 ജൂലൈ മാസം 12-ാം തീയതി അവിടുത്തെ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ കേബിൾ മിസ്സാവുന്നു. ഈ കേബിള് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ഇത് ഒരു ആക്രിക്കടക്കാരനാണ് വിറ്റത്. ഈ മോഷ്ടിച്ചവരെ പിടിച്ചു പ്രതിയാക്കി. ഈ വിറ്റ ആക്രിക്കടക്കാരൻ ഈ സാധനം എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കണ്ടേ? മോഷണ മുതലാണ് വാങ്ങിയിരിക്കുന്നത്. സോ ക്രൈമിൽ അവനും പങ്കാളിയാണ്. മോഷണ മുതൽ വാങ്ങുന്നവനും പങ്കാളിയാണ്. കൂട്ടുനിന്നതിനാണ് കുറ്റം. ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട് കുറെ നാൾ മുമ്പ്. തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ടുപോയി വിറ്റവനും പ്രതിയായിട്ടുണ്ട്. എങ്ങനെ? മേടിച്ചവൻ മോഷണ സാധനം വാങ്ങുന്നവനും പ്രതിയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ്. ഇവൻ ഈ കേബിൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം അറിയണ്ടേ? സ്ഥിരം മോഷ്ടാക്കളാണല്ലോ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ഇവന് 3 ലക്ഷം രൂപയ്ക്ക് ഈ സാധനം ഇത് കൊണ്ടുചെന്ന് അവിടെ വിറ്റു. അവിടെ വിറ്റ സാധനം ഇവര് പിടിച്ചു, പ്രതികളെ പിടിച്ചു. പ്രതികൾ ചോദിച്ചു ഇത് എവിടെ? തൊണ്ടിമുതൽ വേണമല്ലോ. തൊണ്ടിമുതൽ വേണം. തൊണ്ടിമുതൽ കണ്ടെത്തേണ്ടത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മോഷണമാണ് സാധനം. ഈ തൊണ്ടിമുതൽ കണ്ടെത്താൻ വേണ്ടി ചെന്ന് ഈ ആക്രിക്കടക്കാരനെ പ്രതിയാക്കുന്നതിന് പകരം ഇയാളുടെ കയ്യിൽ നിന്നുള്ള തൊണ്ടിമുതൽ എടുത്തുകൊണ്ടുവന്ന് ഈ മോഷ്ടിച്ച പ്രതികൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയെന്നാക്കി. പകരം ഇത് ഒഴിവാക്കാൻ വേണ്ടി അയാളിൽ നിന്നും 2 ലക്ഷം രൂപ വാങ്ങി. ഇതാണ് കഥ. 2 ലക്ഷം രൂപ വാങ്ങി. ആ 2 ലക്ഷം രൂപ വാങ്ങിയ ശേഷം ഇതേ ആക്രിക്കടയിലെ CCTV ദൃശ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതിനിടയിൽ അവിചാരിതമായിട്ട് ഈ കടയിലെ സ്റ്റാഫുകൾ ആ കടയിലെ മേശയിൽ നിന്നും പണം മോഷ്ടിക്കുന്നത് കണ്ടുപിടിച്ചു. അങ്ങനെ ഇവരെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തു. അതായത് ആക്രിക്കടക്കാരന് അതിൽ പരാതിയില്ല. ഇവർ വേറെ കേസാണ് അന്വേഷിക്കുന്നത്. ആക്രിക്കടയിൽ ഈ സാധനം കൊണ്ടുവന്ന കേസ് അന്വേഷിക്കുന്ന ഇടയിലാണ് ഈ CCTV കാണുന്നത്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവരെ, അതായത് ഈ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത ശേഷം അവരിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങി. ആ 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഈ ആക്രിക്കടക്കാരന് കൊടുത്തു. എന്നിട്ട് ഈ കേസും അവർ സെറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഇവർ ചെയ്ത മൂന്നാമത്തെ പ്രവൃത്തി ഈ ആക്രിക്കടക്കാരനെ കൊണ്ട് 15,000 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റിന് ഇടുന്ന ആവശ്യമായ പേപ്പർ ഇവർ വാങ്ങിപ്പിച്ചു. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രിക്കടക്കാരൻ സ്റ്റേഷനിൽ സഹായം ചെയ്തു, സമർപ്പിച്ചു എന്ന രീതിയിൽ ഒരു സാധനം വരുത്തി തീർക്കണം. ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഈ ഹർഷാദ് കൊല്ലം റൂറൽ SPക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് SI ആണ്, സ്വാഭാവികമാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോകും. സാധാരണ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഈ SBക്കാരെ അവർക്ക് ഭയവുമാണ്. SBക്കാരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBക്കാർ അവിടെ അവർ ഡയറക്റ്റ് SB ആയിട്ട് ആക്സസ് ഉള്ളവരാണ്. ഡയറക്റ്റ് ആയിട്ട് SP ഓഫീസിലേക്ക് റിപ്പോർട്ട് പോകും. സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പറയുന്ന പോലെ SBക്ക് ഇദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് എങ്ങനെയോ അവിടുന്ന് ചോർന്നു. SP ഓഫീസിൽ വന്ന ഈ റിപ്പോർട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചോർന്നു. അവിടെ നിന്ന് ഇത് അസോസിയേഷനിലേക്ക് പോയി. അസോസിയേഷനിൽ നിന്ന് ഇത് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് നിന്നും അടുത്ത ഇൻഡാസ് വന്നു. ഇദ്ദേഹത്തെ അടിച്ച് കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു. കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കവേ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി, ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന കാര്യങ്ങളാൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് പ്രതികാര നടപടി സ്വീകരിക്കുന്നു. ആ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിനാൽ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇനി ഇവർ ചെയ്ത നാലാമതൊരു പ്രവൃത്തി, ഈ സംഘം ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഈ ഷാനവാസ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനെതിരെയൊക്കെയാണ് പരാതി. മൈനാഗപ്പള്ളിയിലെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന് പുറത്ത് നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് അവന് വെച്ചു കൊടുത്തിട്ട് അവരെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കി. ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇത് വെറുതെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് SIക്ക് ഈ റിപ്പോർട്ട് എഴുതാൻ പറ്റില്ല. ഇത് നടക്കുന്ന കാര്യമല്ല. കാര്യം സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഇദ്ദേഹം ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിന് പണി വരും. മനസ്സിലായോ? ഇതിനും അപ്പുറം ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി, അതായത് ഈ ഹർഷാദ് ചെയ്തിരിക്കുന്നത്, ഇതൊന്നും ഞാൻ പറഞ്ഞത് ഇതെല്ലാം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ശബ്ദ സന്ദേശങ്ങളും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ എടുക്കണം. ശബ്ദ സന്ദേശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഇദ്ദേഹം കേരള സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി സമർപ്പിക്കുകയും അതുപോലെ തന്നെ മേൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ. വെറുതെ ഞാൻ ചെന്ന് നിന്നിട്ട് എനിക്ക് ഇവിടുത്തെ CCTV വേണം, ഞാനിപ്പോൾ ഈ ഓഫീസിൽ എനിക്ക് CCTV വേണം, താങ്കൾ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ CCTV വേണമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ CCTV എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതിൽ കറക്റ്റ് ടൈം കോഡും കാണിക്കുമല്ലോ. ഈ സാധനം ടൈം കോഡ് വെച്ചിട്ടാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. വെറുതെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നാട്ടുകാരുടെ മുന്നിൽ ഈ പറയുന്ന
കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ മറ്റേ ഒരു ഗുണ്ടാ നേതാവ് പത്തനാപുരത്തെ ഒരു ഗുണ്ടാ നേതാവിന്റെ അതെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞെന്നും പറഞ്ഞു എനിക്ക് നല്ല തെറിയായിരുന്നു. പോലീസ് പിന്നെ എന്താടാ പള്ളിയിലച്ചനാണോടാ? അദ്ദേഹം പള്ളിയിലച്ചനല്ലടാ, അദ്ദേഹം പള്ളിയിലച്ചനാവണ്ട, അദ്ദേഹം എസ് ഐ ആയിട്ട് തന്നെ ഇരിക്കട്ടെ, എല്ലാം ഡയറക്റ്റ് ആക്ഷൻ എടുക്ക്, നേരായിട്ട് പോ, വണ്ടി നേരെ പോട്ടെ, വണ്ടി ഇവിടുന്ന് നേരെ പോകുന്ന വണ്ടി നേരെ പോട്ടെ, വണ്ടി ഇടയ്ക്ക് കുറുക്ക് വഴിയിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന് വെട്ടം വരുമ്പം ഈ നേരായിട്ടുള്ള റോഡിൽ ഒന്ന് കയറുന്ന എന്തിന്? ഇരുട്ടുവാക്കെത്തുമ്പോ വണ്ടി വഴി ഇരിഞ്ഞു പോവുക, എന്നിട്ട് പിന്നെ വെട്ടം വരുന്ന റോഡെത്തുമ്പോ തിരിച്ചെത്തി ഞാനിവിടെ ഉണ്ട്. ഇന്ന് കാണിക്കുന്ന എന്തിനാ? ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധനം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പിടിക്കില്ല. പണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു വെച്ചായിരുന്നു. ഈ വാഴക്കയിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായി. ഒരു കുട്ടി വാഴക്കയിൽ തൂങ്ങി മരിച്ചു. ഞാനിത് വാർത്തയാക്കി. പിന്നെ പടപട എന്റെ വണ്ടി പിടിക്കുക, എന്റെ 2 വീലർ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കുക, ഇങ്ങോട്ട് പോകുമ്പോൾ പിടിക്കുക, തേരാപ്പാര എന്താ പറയാ, എന്നെ തപ്പി നടക്കുക. എനിക്ക് വേണ്ടി അവർക്ക് സമയം ചെലവഴിക്കാൻ, എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. ആ രീതിയിൽ പോലീസിന്റെ പ്രതികാര നടപടി ഭയങ്കരമാണ്. അതേസമയം നല്ല ഉദ്യോഗസ്ഥരുടെ ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒരു ACP ഉണ്ടായിരുന്നു, രവീന്ദ്രനാഥ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നല്ല ഉദ്യോഗസ്ഥനായിരുന്നു, ACP ആയിരുന്നു, അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ഒരു റീലായിട്ടും വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ഗംഭീരമായിരുന്നു. അദ്ദേഹം കുട്ടികൾ, അതായത് സ്കൂളിൽ കയറാത്ത കുട്ടികളെ അദ്ദേഹം കണ്ടെത്തി. സ്കൂളിൽ കയറാതെ കറങ്ങി നടക്കുന്ന കുട്ടികളുണ്ട്, അദ്ദേഹം ഇവരെ കണ്ടെത്തി. യൂണിഫോം അല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ട് അവരെ വിളിച്ച് അവരെ കൊണ്ടുവന്ന് സംസാരിച്ച് അവരെ മനസ്സിലാക്കിച്ച് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പറയാൻ അദ്ദേഹം തയ്യാറായി. ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല. കാര്യം എന്തോ, ഇവർക്കൊന്നും ക്യാമറ ഇല്ല. എങ്ങനെ? അവർക്ക് ഫെയിമിനോട് താല്പര്യമില്ല. അവർ ചെയ്യുന്ന ജോലിയാണ്, അവർക്ക് ആ ജോലിയോടാണ് താല്പര്യം. അവർക്ക് രാവിലെ വിളിച്ചിട്ട് മീഡിയക്കാരെ വിളിച്ചിട്ട് ഓടി ബാ, ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്, നിങ്ങൾ ഒരു 2 ക്യാമറ ആയിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവരല്ല ഇവർക്കൊന്നും അതൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ പോലീസ് സേനയിൽ. ഇതൊന്നും പക്ഷെ അവർക്കൊന്നും അവരുടെ ഒന്നും പ്രവർത്തികൾ ആരും അറിയാത്ത കാരണം അവർക്കൊന്നും ക്യാമറയില്ല, ക്യാമറമാനും ഇല്ല. അവരെ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ചാനലുകളും ഇല്ല. ഇതാ പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ള പരിപാടി, അതൊന്നുമില്ല. അവർക്കതിന് താല്പര്യമില്ല. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പറയും വേണ്ടാന്ന് പറയും. ആരെങ്കിലും വന്നിട്ട് സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ ആ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അവർക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അവർ ചെയ്യുന്നത് പോലീസിന്റെ ജോലിയാണ്, അല്ലാതെ റീലെടുപ്പല്ല. റീലെടുപ്പല്ല. ഒരുപാട് നല്ല ഉദ്യോഗസ്ഥർ പലരും പണി മേടിച്ചിട്ട് പണി കിട്ടി പലയിടത്തും പോയി കിടപ്പെട്ടു. എവിടെ ഇങ്ങനെ പണി മേടിച്ച് ഓണം കേറാമൂല എന്നൊക്കെ പറയുന്ന ഓണം പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള നല്ല ജോലികൾ ചെയ്തിട്ട് പ്രതിഫലമാണ്. അതിനുള്ള പ്രതിഫലമായിട്ട് നല്ല ജോലികൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അവർ പറഞ്ഞിരിക്കുന്ന പ്ലഡ്ജിനോട് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തം കാണിച്ചിട്ട് ജീവിച്ച ഉദ്യോഗസ്ഥർ പലരും എന്താ പറയാ, ഈ പറയുന്ന പോലെ പ്രൊമോഷൻ പോലും കിട്ടാതെ കിടക്കുന്നവരുണ്ട്. ഞാൻ പേരെടുത്ത് 10 പേരുടെ പേര് എനിക്ക് പറയാൻ പറ്റും. ആ 10 ഉദ്യോഗസ്ഥരും പക്ഷേ എന്നെ വിളിക്കുമെന്നുള്ള പേടികൊണ്ടാണ്. അവരെന്നെ വിളിച്ചിട്ട് എന്തിനാണ് ഞങ്ങളെ ഇനിയും വലിച്ചിടുന്നത്, ഈ പാവങ്ങളൊക്കെ പാവങ്ങളെന്നല്ല, ആ ഉദ്യോഗസ്ഥരെ അവരെയൊക്കെ ഇനി എന്തിനാ ഇതിലേക്ക് വലിച്ചിടുന്നത്? അവർക്കൊക്കെ കിട്ടിയ പണിയൊക്കെ കിട്ടി. ആ കിട്ടിയ പണിയെല്ലാം കിട്ടിയിട്ട് അവരവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ അവരാരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എന്റെ കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഞാൻ അവരെന്നെ കൊണ്ട് പറയിക്കുന്നതാണെന്ന് പേര് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരും ഇത്തരത്തിലുള്ള ഫെയിമിന് വേണ്ടി അല്ല, അങ്ങനെയല്ല. ഈ ചെയ്തവരുണ്ടല്ലോ, ഇവർക്ക് പണി കൊടുത്തവർ വിചാരിക്കും എന്തുവാ, അവരെന്നെ കൊണ്ട് ഇത് പറയിക്കുകയാണ്, അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഇവർക്ക് തോന്നും. ഏതായാലും ഹർഷാദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ 6.5 വർഷം സേനയിൽ ബാക്കി നിൽക്കുകയാണ്, രാജിവെച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതും ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ പേര്. ആ റിപ്പോർട്ട് ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിന്റെ പിന്നാലെ പോയിട്ട് അതിന്റെ CCTV വേണമെന്ന് ആ ഉദ്യോഗസ്ഥർ പറയില്ല. ആ ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എനിക്ക് CCTV വേണം, ഈ ടൈം കോഡ് വെച്ചിട്ട് ഈ ടൈമിൽ ഈ സംഭവിച്ച കാര്യങ്ങൾ എന്താ പറയാ CCTV എനിക്ക് വേണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പോകേണ്ട കാര്യമില്ല. ഒരു കള്ളൻ ഒരിക്കലും ഒരു പ്രതികാര ബുദ്ധിയോ അല്ലെങ്കിൽ തട്ടിപ്പോട് കൂടി മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാര്യം ചെയ്ത ഒരാൾ ഈ പ്രവൃത്തിക്ക് താൻ ചെയ്ത പ്രവൃത്തിയുടെ പിന്നാലെ പിന്നെയും പോയി പണി മേടിക്കാൻ നിൽക്കത്തില്ല. ശരി.